ഹായ്, നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണ പറഞ്ഞ കഥയിൽ വേതാളം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പലർക്കും അതൊരു കൺഫ്യൂഷനായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഉത്തരമെന്ന് തിരിച്ചിങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് പലരും ചെയ്തിട്ടുള്ളത്. വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു നോക്കാം. കഥ ഓർമ്മയുണ്ടല്ലോ, ത്രിപുര സുന്ദരി എന്ന രാജകുമാരി അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹ അഭ്യർത്ഥനയുമായി പിതാവിൻ്റെ അടുത്തെത്തിയ 4 കുമാരന്മാരിൽ ആരെയാണ് വിവാഹം കഴിക്കുന്നത്? അതിന് ഉത്തരമായിട്ട് വിക്രമാദിത്യൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന ആൾ ജാതിയിൽ ശൂദ്രനാണ്. പക്ഷിമൃഗാദികളുടെ ഭാഷ വരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആൾ വൈശ്യനായിരിക്കും. വേദശാസ്ത്ര പുരാണ ഗ്രന്ഥങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള കുമാരൻ തീർച്ചയായിട്ടും ബ്രാഹ്മണനായിരിക്കണം. അകലെയുള്ള വസ്തുക്കളുടെ ശബ്ദം കേട്ട മാത്രയിൽ അതിനെ ലക്ഷ്യമാക്കി അമ്പെയ്യാൻ കഴിവുള്ളവൻ സംശയമില്ല ക്ഷത്രിയനായിരിക്കും. ക്ഷത്രിയ കുലത്തിൽ പിറന്ന രാജകുമാരി വിവാഹം കഴിക്കേണ്ടത് ക്ഷത്രിയനായ ആ കുമാരനെ തന്നെയാണ്. ഇതായിരുന്നു വിക്രമാദിത്യന്റെ ഉത്തരം. വിക്രമാദിത്യന് വായ തുറന്ന പിന്നെ സംശയമില്ലല്ലോ. വേതാളം പിടിവിടുവിച്ച് വീണ്ടും മുരുക്കുമരത്തിൽ പോയി തൂങ്ങിക്കിടക്കും. വിക്രമാദിത്യൻ പഴയ പോലെ തന്നെ വീണ്ടും വേതാളത്തിനെ ബന്ധിച്ച് തൻ്റെ ചുമലിൽ ചുവന്നുകൊണ്ട് ശ്മശാനഭൂമി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇത്തവണ വിക്രമാദിത്യനെ പ്രചോദിപ്പിക്കാനായി വേതാളം മറ്റൊരു കഥയുമായി വന്നു. ഇന്നത്തെ കഥ എന്താന്ന് നോക്കാം. പണ്ട് മിഥിലാപുരി എന്ന രാജ്യത്ത് ഗുണദീപൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ചന്ദ്രവർമ്മൻ എന്ന മറ്റൊരു യുവാവ് രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിക്കണമെന്നും എന്തെങ്കിലും ജോലി സമ്പാദിക്കണം എന്നുമുള്ള ഉദ്ദേശത്തോടുകൂടി പലതവണ കൊട്ടാരവാതിൽക്കലെത്തി. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇയാൾ വരുന്നത്. ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്തതുകൊണ്ട് കൊട്ടാരം കാവൽക്കാർ അവനെ അകത്ത് കിടക്കാനോ ഗുണദീപ മഹാരാജാവിനെ തൃക്കൺ പാർക്കാനോ സമ്മതിച്ചില്ല. യുവാവ് നിരാശനായില്ല, പലതവണ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഗുണദീപ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ പടയാളികളുമായി നായാട്ടിന് പുറപ്പെട്ടു. അല്പം മാറി മറ്റൊരു കുതിരപ്പുറത്ത് നമ്മുടെ ചന്ദ്രവർമ്മനും രാജാവിനെ അനുഗമിച്ചു. കൊടുങ്കാടിനുള്ളിൽ വെച്ച് രാജാവും അനുചരന്മാരും പരസ്പരം വഴിപിരിഞ്ഞുപോയി. രാജകിങ്കരന്മാർ പോയ വഴിക്കല്ല രാജാവ് ഗുണദീപൻ മുന്നോട്ട് പോയത്. അവസാനം ഘോരമായ ആ വനത്തിനുള്ളിൽ ഗുണദീപ മഹാരാജാവ് ഒറ്റപ്പെട്ടു. പക്ഷേ രാജാവ് ഒറ്റയ്ക്കായിരുന്നില്ല. കൂടാരുണ്ട്? ചന്ദ്രവർമ്മൻ. രാജാവിൻ്റെ കുതിരയെ പിന്തുടർന്നുകൊണ്ട് ചന്ദ്രവർമ്മൻ തൻ്റെ കുതിരയെ ഓടിച്ചിരുന്നു. അവസാനം ആ കൊടുങ്കാട്ടിനുള്ളിൽ രാജാവ് തിരിച്ചറിഞ്ഞു തൻ്റെ കൂടെ ഈ ഒരു യുവാവ് മാത്രമേ ഉള്ളൂ. ആരാണ് നീ? നീ എന്താണ് എൻ്റെ പുറകെ വരാൻ കാരണം? ചന്ദ്രവർമ്മൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പലതവണ കൊട്ടാരത്തിലെ രാജാവിനെ മുഖം കാണിക്കാൻ ശ്രമിച്ചതും എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് അഭ്യർത്ഥിച്ചതും ഒന്നും തരമാവാതെ പോയതും ഒക്കെ വിശദീകരിച്ചു. രാജാവ് അവനെ സശ്രദ്ധം വീക്ഷിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഏതായാലും നാം ഒറ്റയ്ക്കായില്ലല്ലോ, ഇപ്പൊ നീ കൂടെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം, എനിക്ക് വിശന്നിട്ട് വയ്യ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഈ കൊടുങ്കാട്ടിനുള്ളിൽ എത്രത്തോളം ഞാൻ ഭക്ഷണം തേടി അണിഞ്ഞാൽ സാധ്യമാവും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ചന്ദ്രവർമ്മൻ കുറച്ച് ദൂരം നടന്ന് നേരത്തെ നായാടി കൊന്നിട്ടിരുന്ന ഒരു മാനിനെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മാംസം കല്ലുകൾ ഉരച്ച് തീയുണ്ടാക്കി അതിൽ വച്ച് ചുട്ടെടുത്ത് രാജാവിനെ സമർപ്പിച്ചു. വിശന്ന് വലഞ്ഞ രാജാവിന് എന്തെങ്കിലും കിട്ടിയാൽ മതി.
രാജാവ് അത് മുഴുവൻ ഭക്ഷിച്ചു. ബാക്കി ഉണ്ടായിരുന്നത് ചന്ദ്രവർമ്മനും ഭക്ഷിച്ചു. അങ്ങനെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകണം. ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ചന്ദ്രവർമ്മൻ പറഞ്ഞു, രാജൻ, അങ്ങ് എൻ്റെ പുറകെ വന്നോളൂ, എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാം. ഞാൻ അങ്ങേ ഒരു കേടും കൂടാതെ കൊട്ടാരത്തിലെത്തിക്കാം. അങ്ങനെ ചന്ദ്രവർമ്മന്റെ അകമ്പടിയോടുകൂടി ഗുണദീപ രാജാവ് തിരിച്ച് കൊട്ടാരത്തിലെത്തി. ചന്ദ്രവർമ്മന്റെ പെരുമാറ്റത്തിലും കഴിവിലും സാമർഥ്യത്തിലും ഒക്കെ സംപ്രീതനായ രാജാവ് അവനെ കൊട്ടാരത്തിൽ തന്നെ ജോലിയും കൊടുത്തു. കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം ചന്ദ്രവർമ്മനോട് ദൂരെയുള്ള ഒരു സമുദ്ര തീരത്ത് ഒരു അത്യാവശ്യ കാര്യം നടത്തി കൊടുക്കാനായി വിനിയോഗിച്ചു. രാജാവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ചന്ദ്രവർമ്മൻ സമുദ്ര തീരത്തുള്ള ആ സ്ഥലത്തേക്ക് യാത്രയായി. തന്നെ ഏൽപ്പിച്ച ദൗത്യമെല്ലാം കഴിഞ്ഞ് തിരികെ പോരാൻ നേരം തീരത്തിനോടടുത്ത് തന്നെ ഒരു പുരാതനമായ ക്ഷേത്രം ചന്ദ്രവർമ്മൻ കാണാനിടയായി. അത്ഭുതത്തോടുകൂടി ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. മനോഹരമായ ഒരു അമ്പലം. ഉടനെ ദേവിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രവർമ്മൻ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അതീവ രൂപലാവണ്യമുള്ള ഒരു യുവതി ചന്ദ്രവർമ്മനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ചന്ദ്രവർമ്മന് രൂപസൗകര്യമാര്യം നിറഞ്ഞ ആ യുവതിയെ കണ്ടപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നി. ഒട്ടും സംശയിക്കാതെ അത് അവളോട് തുറന്നു പറയുകയും ചെയ്തു. ഞാൻ ഗുണദീപ മഹാരാജാവിന്റെ സേവകനാണ്. ഭവതിയെ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഭവതിയിൽ അനുരക്തനായിരിക്കുന്നു. എനിക്ക് ഭവതിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ സുന്ദരി ചന്ദ്രവർമ്മനോട് ഇങ്ങനെ പറഞ്ഞു, ഓഹോ, നിനക്ക് എന്നിൽ ആഗ്രഹം തോന്നി തുടങ്ങിയല്ലേ? ശരി, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ആ ദൂരെ കാണുന്ന തടാകത്തിൽ പോയി മുങ്ങിക്കുളിച്ചു വരിക. കേട്ടപാതി ചന്ദ്രവർമ്മൻ വേഗം ആ പൊയ്കയിലേക്ക് ഇറങ്ങി അതിൽ മുങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ചന്ദ്രവർമ്മൻ പൊങ്ങിയത് എവിടെയാണെന്നറിയോ? സ്വന്തം കൊട്ടാരത്തിലെ ചന്ദ്രവർമ്മൻ താമസിക്കുന്ന അറയിൽ. അത്ഭുതത്തോടുകൂടി ചന്ദ്രവർമ്മൻ നോക്കി. തൻ്റെ ദേഹത്ത് നനഞ്ഞൊട്ടിയ വസ്ത്രം മാത്രം. ചുറ്റും ആ തരുണിയോ ആ അമ്പലമോ ആ പരിസരമോ ഒന്നും കാണാനില്ല. താൻ എങ്ങനെ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് തിരിച്ചെത്തി? ചന്ദ്രവർമ്മൻ ആകെ അത്ഭുതമായി. വസ്ത്രമൊക്കെ മാറി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആ ഗുണദീപ മഹാരാജാവിന്റെ സവിധത്തിലെത്തി കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഇത് കേട്ട ഗുണദീപൻ മഹാരാജാവിന് തോന്നി, ആഹാ, അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടോ? എന്നാ ഒന്ന് കാണണമല്ലോ. എന്നെയും കൂടി ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകാം, നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. ചന്ദ്രവർമ്മനും ഗുണദീപ മഹാരാജാവും കൂടി കുതിരപ്പുറത്ത് കയറി ആ സമുദ്ര തീരത്തേക്ക് പുറപ്പെട്ടു. 1-2 ദിവസത്തെ യാത്രയ്ക്കുള്ളിൽ അവർ ആ സമുദ്ര തീരത്തെത്തി. ചന്ദ്രവർമ്മൻ ആ ക്ഷേത്രം കാണിച്ചു കൊടുത്തു. രണ്ടുപേരും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. അകത്തുള്ള മൂർത്തിയെ തൊഴുത് പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങി. ഇത്തവണ അവർ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരത്തെ കണ്ട ആ രൂപലാവണ്യ സൗകുമാര്യം നിറഞ്ഞ യുവതിയും കൂടെ ഒരു തോഴിയും രാജാവിനെ സമീപിച്ചു. സുന്ദര കോമളനും ആരോഗ്യ ദൃഢഗാത്രനുമായ രാജാവിന്റെ രൂപ സൗകുമാര്യം കണ്ട യുവതി ഒരു നിമിഷം രാജാവിൽ അനുരക്തയായി. അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, ഞാൻ അങ്ങയുടെ എല്ലാ ആജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാറായി ഇതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. ആജ്ഞാപിച്ചാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സംസാരം കേട്ട രാജാവ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ സേവകനായ ഈ ചന്ദ്രവർമ്മനെ വിവാഹം കഴിക്കണം. ഇത് കേട്ട അത്ഭുതത്തോടു കൂടി ആ യുവതി ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? ഞാൻ അങ്ങയിലാണ് അനുരക്തയായത്. എനിക്ക് മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ രാജാവ് ചോദിച്ചു, അല്പനിമിഷം മുമ്പ് നീ എന്താ പറഞ്ഞത്? എൻ്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ തയ്യാറാണെന്നല്ലേ? ഇതാണ് നമ്മുടെ ആജ്ഞ.
നമ്മുടെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ പ്രതിജ്ഞ വെറുതെയായി പോകും. ഇത് കേട്ട ആ യുവതരുണി ഒന്നും മറുപടി പറയാൻ പറ്റാതെ സ്തബ്ധയായിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ എനിക്ക് ദൈവാജ്ഞ, അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം. അങ്ങനെ രാജാവ് തന്നെ ആ ചന്ദ്രവർമ്മന്റെയും ആ സമുദ്ര തീര തരുണിയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. രണ്ടുപേരെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കഥ ഇവിടെ പറഞ്ഞു നിർത്തിയതിനു ശേഷം വേതാളം വിക്രമാദിത്യനോട് തൻ്റെ പതിവ് ശൈലിയിലുള്ള ചോദ്യം ആരംഭിച്ചു. അല്ലയോ മഹാരാജൻ, ഈ രണ്ടു പേരിൽ ആരുടേതാണ് ഏറ്റവും മഹത്തായ പ്രവൃത്തി? രാജാവായ ഗുണദീപന്റെയോ അതോ സേവകനായ ചന്ദ്രവർമ്മന്റെയോ അതോ സമുദ്രതീരത്ത് പ്രത്യക്ഷപ്പെട്ട ആ തരുണിയുടെയോ? ആരുടേതാണ് മഹത്തായ പ്രവൃത്തി? ഇതായിരുന്നു വേതാളത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം തോന്നുന്നത്? അറിയിക്കുമല്ലോ. ഇന്നത്തെ കഥ ഇവിടെ നിൽക്കട്ടെ. നമസ്കാരം.